നെല്ലിയാമ്പതിയുടെ തണുപ്പും പാവക്കൂത്തിൻ്റെ പൈതൃകവും ലയിക്കുന്ന നെന്മാറ നിയമസഭാ മണ്ഡലം സമാനതകളില്ലാത്ത വികസന നേട്ടങ്ങളുടെ പുതുചരിത്രം കുറിക്കുന്നു. കാർഷിക സമൃദ്ധിയുടെയും സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെയും ഉണർത്തുപാട്ടുകളുയരുന്ന നെന്മാറയിൽ വികസന വിസ്മയങ്ങളുടെ പെരുമ്പറയും മുഴങ്ങുകയാണ്. വിദ്യാഭ്യാസ രംഗത്തും ഗതാഗത മേഖലയിലും ജലസേചനത്തിലും അനുകരണീയമായ പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടപ്പാക്കിയത്. ഒരുപക്ഷെ ഇന്ത്യക്ക് മാതൃകയാവുന്ന കിബി മോഡൽ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നത് 2016 അധികാരത്തിൽ വന്ന ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. 1999 കിബി മാതൃകാപരമായി രൂപകൽപ്പന ചെയ്തിരുന്നെങ്കിലും അതൊന്ന് പൊടിതട്ടിയെടുക്കാൻ കഴിഞ്ഞത് പിണറായി സർക്കാരിലുണ്ടായിരുന്ന ശ്രീ തോമസ് ഐസക് ധനകാര്യമന്ത്രിയാണ്. ഒരുപക്ഷെ വലിയ ആശങ്കയാണ് പൊതുവിൽ ജനങ്ങൾക്കിടയിൽ ഇത് വായ്പ എടുക്കുന്നതല്ലേ, എങ്ങനെ തിരിച്ചടക്കാം എന്നതിനെക്കുറിച്ചൊക്കെ വലിയ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. സ്വാഭാവികമായും ഇതിലേക്ക് രൂപകൽപ്പന ചെയ്യുമ്പോൾ 60,000 കോടി രൂപയുടെ വികസന മോഡലാണ് ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ ആലോചിച്ചിരുന്നെങ്കിലും ഇപ്പോൾ 1,00,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാലയങ്ങളെ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തുവാനുള്ള കർമ്മ പദ്ധതികൾ നടപ്പിലാക്കി. നെന്മാറയെ വിജ്ഞാന ലോകമാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങൾ ഇവിടെ ഫലം കണ്ടു. വിവിധ വിദ്യാലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി കോടിക്കണക്കിന് രൂപയാണ് വിനിയോഗിച്ചത്. 5,40,00,000 ചെലവഴിച്ച് നെന്മാറ നിയോജകമണ്ഡലത്തിൽ നെന്മാറ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെട്ടിടവും അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് അവിടെ ക്ലാസ് നടക്കുകയാണ്. മറ്റൊന്ന്, അന്ന് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഇത് മറ്റൊരു മാതൃകയാക്കിയതാണ്. ഇനി സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ മോഡൽ ഈ കേരളത്തിൽ ഉണ്ടാവണം എന്ന് ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 45,000-ലധികം വരുന്ന ക്ലാസ് റൂം ഒറ്റ വർഷം കൊണ്ട് തന്നെ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞതും ഈ കിബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എന്നതിൽ അഭിമാനാർഹമായ നേട്ടമാണ് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയത്. ഒന്നല്ല, നിരവധി പദ്ധതികൾ ഇപ്പോഴും കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ കെട്ടിടങ്ങളായി, ഡിജിറ്റലൈസേഷനായി, ലാബായി, ലൈബ്രറിയായി, ഗ്രൗണ്ടുകളായി ഇന്ന് നമ്മുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമാണ്. കൊടുവായൂർ ബൈപ്പാസ് എന്ന സ്വപ്ന പദ്ധതിക്കായി 32 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് നാടിന്റെ വികസനത്തിന് നാട് കൈകോർക്കുകയാണ്. കൊല്ലങ്കോട് വടക്കാഞ്ചേരി റോഡ് നവീകരണമാണ് ശ്രദ്ധേയമായ മറ്റൊരു പദ്ധതി. വിവിധ പാക്കേജുകളിലായി അനുവദിച്ച പദ്ധതിയുടെ ഭാഗമായി നെന്മാറ ബൈപ്പാസിന്റെ അവസാനം മുതൽ തങ്കം ജംഗ്ഷൻ വരെയുള്ള ഭാഗം നവീകരിക്കുന്നതിനായി 75.83 കോടി രൂപയാണ് അനുവദിച്ചത്. ഇന്ന് കേരളത്തിൽ എടുത്തു നോക്കിയാൽ 30 കോടി, 60 കോടി, 100 കോടി എന്ന രൂപത്തിലേക്കാണ് കിബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഗതാഗത മേഖലയ്ക്ക് വലിയ പുരോഗതി ഉണ്ടാക്കിയത്. എൻ്റെ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഒന്ന് ചർച്ച ചെയ്യപ്പെടുന്നതാണ് കൊടുവായൂർ ബൈപ്പാസ്. യഥാർത്ഥത്തിൽ അത് തുടക്കം കുറിക്കാൻ 15 കോടിയാണ് ബഡ്ജറ്റിനകത്ത് വകയിരുത്തിക്കൊണ്ടാണെങ്കിലും ഇപ്പോൾ അത് 32 കോടി രൂപയുടെ വകയിരുത്തപ്പെട്ട ഒരു വലിയ പദ്ധതിയാണ് കിബിയിൽ കൊടുവായൂർ ബൈപ്പാസ്. പനങ്ങാട്ടിൽ വിത്തനശ്ശേരി മലയോര ഹൈവേ റീച്ചിനായി 33.18 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. നാടിന്റെ വികസനത്തിലേക്കുള്ള പാത തുറന്നുകൊണ്ട് ഊട്ടറ പാലം നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികൾക്കും തുടക്കമായി. 20 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത്. ഹിൽ ഹൈവേയുടെ വരവുണ്ട്. 3 ഘട്ടങ്ങളിലായിട്ടാണ് നെന്മാറ നിയോജകമണ്ഡലത്തിലൂടെ കടന്നു പോകുന്നത്. ഏകദേശം 12 മീറ്ററിലധികം വരുന്ന വീതിയുള്ളിടത്താണ് ഇത് നടപ്പിലാക്കുക. അതിൻ്റെ 1-2 ഘട്ടം എന്ന് പറയുന്നത് അങ്ങ് മുതലമട പഞ്ചായത്തിൽ ആരംഭിച്ച് കൊല്ലങ്കോട് ബൈപ്പാസിന് അടുത്തുകൊണ്ട് നിർത്തി, രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് വട്ടേക്കാട് നിന്ന് ആരംഭിച്ച് നെന്മാറ കഴിഞ്ഞു പോകുന്നതാണ്. അതും 2 ബൈപ്പാസുകളിലേക്ക് കൊണ്ടെത്തിക്കുന്ന രൂപത്തിലേക്കുള്ള 1-ാം ഘട്ട പ്രവർത്തനം ഏറ്റവും അടുത്ത് തന്നെ ആരംഭിക്കാൻ കഴിയും എന്ന രൂപത്തിൽ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മണ്ഡലത്തിന്റെ ദാഹമകറ്റുക എന്ന ലക്ഷ്യത്തോടെ എല്ലാവഞ്ചേരി പുല്ലശന കുടിവെള്ള പദ്ധതിയും വിഭാവനം ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, കേരളം നേരിടുന്നൊരു വലിയ പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ താമസിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളും
ജനങ്ങൾ നേരിടുന്നതാണ് കുടിവെള്ള പദ്ധതി. സ്വാഭാവികമായിട്ട് ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് കുടിവെള്ള പദ്ധതിയിലേക്ക് രൂപകൽപ്പന ചെയ്യുക എന്ന് ചിന്തിച്ചപ്പോഴാണ് പോത്തുണ്ടി ഡാമിൽ നിന്നും കുടിവെള്ള പദ്ധതിയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ 30 കോടി രൂപയ്ക്ക് യഥാർത്ഥത്തിൽ നെന്മാറ, പല്ലശ്ശേന പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുതിയ കുടിവെള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചു. അവിടെ ഫിൽട്ടർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. ആ ഫിൽട്ടർ പ്ലാന്റ് ഉപയോഗപ്പെടുത്തിയാണ് ഇപ്പോൾ അയിലൂർ, മേലാർകോട് പഞ്ചായത്തുകളിലേക്കുൾപ്പെടെയുള്ള കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. അതേപോലെ തന്നെയാണ് പിന്നീടാണ് ജലനിധി വന്നത്, ആ ജലജീവൻ മിഷൻ വന്നത്. ആ മിഷൻ്റെ ഭാഗമായി ഫണ്ട് കൂടെ ഉപയോഗപ്പെടുത്തിയപ്പോൾ ഈ നെന്മാറ നിയോജകമണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിലേക്ക് ആവശ്യമായ കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതികളുടെ അടിസ്ഥാന തുടക്കം കുറിക്കുന്നത് കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എന്നതിൽ ഏറെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഹോസ്പിറ്റലുകളിലെ താലൂക്ക് ഹോസ്പിറ്റൽ എന്ന നിലയിലല്ല നമ്മുടെ നാട്ടിൽ ഞങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തുള്ളത്. ഇപ്പോൾ ചിറ്റൂരാണത് താലൂക്ക് ഹോസ്പിറ്റൽ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. സ്വാഭാവികമായി എങ്കിൽ പോലും നെന്മാറ CHSCക്കകത്ത് ഒരു ഐസൊലേഷൻ വാർഡിൻ്റെ പണി പൂർത്തീകരിച്ചു. അതിലെ കിടത്തി ചികിത്സിക്കാൻ കഴിയാവുന്ന തരത്തിലേക്കുള്ളൊരു വലിയ മാറ്റം അതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വികസന മാതൃക കൊണ്ട് ഈ കിഫ്ബി പദ്ധതിയിലൂടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് പൂർണ്ണമായും ജനങ്ങളുടെ പിന്തുണയാണ് വേണ്ടത്. അത് നാടിൻ്റെ വികസന മാതൃകയിൽ ഒരു നാഴികക്കല്ലാകാൻ പോകുന്ന കിഫ്ബി പദ്ധതികൾക്ക് എല്ലാവരുടെയും പിന്തുണയുണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നെന്മാറ നിയോജകമണ്ഡലത്തിലേക്ക് ആവശ്യമായ കിഫ്ബിയുടെ ഫണ്ടും പദ്ധതിയും നടപ്പിലാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്ന ഗവൺമെൻറ്റിനെ നെന്മാറ ജനാവലിക്ക് വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം നന്ദിയും കടപ്പാടും കൂടെ അറിയിക്കാം. വികസന പാതയിൽ നെന്മാറയുടെ കുതിപ്പ് അവസാനിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. കാർഷിക മലയോര മേഖലകളുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് മണ്ഡലത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. കാർഷിക സംസ്കൃതിയുടെ പാരമ്പര്യവും വ്യവസായ മേഖലയുടെ കരുത്തും ഒത്തുചേരുന്ന ആലത്തൂർ നിയമസഭാ മണ്ഡലം വികസനത്തിൻ്റെ പുതിയ ഉയരങ്ങൾ തേടുകയാണ്. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിലെ ആലത്തൂർ, എരിമയൂർ, കിഴക്കഞ്ചേരി, കുഴൽമന്ദം, മേലാർകോട്, തെങ്കുറിശ്ശി, വണ്ടാഴി എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലമാണ് ആലത്തൂർ. മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ പ്രധാനമായും റോഡ് ശൃംഖലകളുടെ നവീകരണം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയാണ്. KD പ്രസേനൻ MLA നേതൃത്വത്തിൽ മണ്ഡലം വികസന വേഗം കൈവരിച്ചു കഴിഞ്ഞു. ഒരിക്കലും സാധ്യമാവില്ല എന്ന് കരുതിയിരുന്ന പല പ്രൊജക്റ്റുകളും സാധ്യമാക്കിയത് കിഫ്ബിയുടെ നിർലോഭമായ സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിലെ എല്ലാ ഗവൺമെൻറ് വിദ്യാലയങ്ങളും ഹൈടെക് ആക്കുന്നതിന് വേണ്ടി കേരളത്തിൽ കിഫ്ബി രൂപകൽപ്പന ചെയ്ത പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നൂറുകണക്കിന് കോടി രൂപയുടെ പ്രവർത്തനമാണ് നടന്നു വന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി മണ്ഡലത്തിലെ വിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറി.
ആലത്തൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ കെട്ടിടങ്ങൾക്കായി 5 കോടി രൂപ കിഫ്ബി വഴി അനുവദിച്ചു. ഗവൺമെന്റ് ഹൈസ്കൂൾ കുത്തനൂരിന്റെ പുതിയ കെട്ടിട സമുച്ചയത്തിനായി ഏകദേശം 3.50 കോടി രൂപ നൽകിയിട്ടുണ്ട്. കിഴക്കഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 കോടി, കോഴമന്നം ഗവൺമെൻറ് ഹൈസ്കൂളിലെ 7 കോടി, എരുമയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3,90,00,000, ആലത്തൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3,90,00,000. ഇങ്ങനെ തുടങ്ങിയ ബൃഹത് പദ്ധതികൾ മാത്രമല്ല, മറ്റെല്ലാ ഗവൺമെൻറ് അപ്പർ പ്രൈമറി വിദ്യാലയങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് ചില ഹൈസ്കൂളുകൾക്കും 1 കോടിയുടെ പദ്ധതി കൂടി കിഫ്ബിയിലൂടെ അനുവദിക്കുകയുണ്ടായി. അതുപോലെ ക്ലാസ് റൂമുകൾ ഹൈടെക് ആക്കിയത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഈ മണ്ഡലത്തെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമായിരുന്നു എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. മണ്ഡലത്തിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കോടിക്കണക്കിന് രൂപയാണ് റോഡ് നിർമ്മാണത്തിനായി കിഫ്ബി അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കിഫ്ബിയുടെ ഫണ്ട് തന്നെ വിനിയോഗിച്ചുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളുടെ നവീകരണത്തിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ആലത്തൂരിലെ പറക്കുന്നം പാലം, അത് 15 കോടിയാണ് കിഫ്ബി പ്രഥമഘട്ടത്തിൽ അനുവദിച്ചിട്ടുള്ളത്. ഇത് കിഫ്ബിയുടെ നേരിട്ടുള്ള ഈ ഫണ്ടിങ് മാത്രമല്ല, കിഫ്ബിയുടെ ഫണ്ടിങ് ഇത്തരം മേഖലകളിൽ കിട്ടിയപ്പോൾ യഥാർത്ഥത്തിൽ മറ്റ് ബജറ്റ് വിഹിതങ്ങൾ ചെലവഴിക്കേണ്ടത് മറ്റ് മാർഗങ്ങളിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി കഴിഞ്ഞു. അതുകൂടി കിഫ്ബിയുടെ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്ന് പറയാൻ വേണ്ടി കഴിയും. ആലത്തൂർ തൃപ്പല്ലൂർ കുത്തനൂർ റോഡ് BM&BC നിലവാരത്തിൽ നവീകരിക്കുന്നതിനായി ഏകദേശം 25.50 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നെന്മാറ നെല്ലിയാമ്പതി റോഡ് നവീകരണ പ്രവർത്തനങ്ങൾക്കും ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. പഴയന്നൂർ ആലത്തൂർ റോഡ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നിർമ്മാണത്തിനായി ഏകദേശം 24 കോടി രൂപ വകയിരുത്തി. ഇപ്പോൾ ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിലെ മറ്റു പല പ്രൊജക്റ്റുകളും, ഉദാഹരണത്തിന് എല്ലാ പഞ്ചായത്തിലും കളിസ്ഥലം എന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. ആലത്തൂർ മണ്ഡലത്തിൽ 7 പഞ്ചായത്തുകളാണുള്ളത്. 9 കളിസ്ഥലങ്ങളാണ്, പൊതു കളിസ്ഥലങ്ങളാണ്. ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് 5 എണ്ണമാണ്, 4 എണ്ണം പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനാവശ്യമായ കോടിക്കണക്കിന് രൂപ നമുക്ക് ലഭ്യമായത് കിഫ്ബിയുടെ ഫണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് മറ്റിതര ബജറ്റ് പിന്തുണ ഇതിന് ഉറപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ അക്വാട്ടിക് അക്കാഡമി ഈ ആലത്തൂരിലെ ആസ്ഥാനത്ത് നടപ്പാക്കപ്പെടുന്നത് ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടിയാണ്. ഇതിനെല്ലാം ഗവൺമെൻറ് പിന്തുണയ്ക്കാൻ കഴിഞ്ഞത് മറുവശത്ത് കിഫ്ബി ഗവൺമെൻറ്റിൻ്റെ മറ്റിതര പ്രവർത്തനങ്ങൾ, പശ്ചാത്തല പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നു എന്നതുകൊണ്ടാണ്. ആലത്തൂർ താലൂക്ക് ആശുപത്രിയെ അത്യാധുനിക സൗകര്യങ്ങളോടെ വികസിപ്പിക്കുന്നത് കിഫ്ബിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. ആശുപത്രിയിൽ പുതിയ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മിക്കുന്നതിനായി ഏകദേശം 12.50 കോടി രൂപ അനുവദിച്ചു. ഇതിൽ ഡയാലിസിസ് യൂണിറ്റുകൾ, ആധുനിക ലാബുകൾ, വാർഡുകൾ എന്നിവ ഉൾപ്പെടുന്നു. ആലത്തൂർ താലൂക്ക് ആശുപത്രിയുടെ എല്ലാ ദുരിതവും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ 15 കോടിയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് കിഫ്ബിയുടെ പിന്തുണ കൊണ്ടുകൂടിയാണ്. മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി മംഗലം ഡാം കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന മംഗലം ഡാം കുടിവെള്ള ശുദ്ധജല വിതരണ പദ്ധതിക്ക് കിഫ്ബി ധനസഹായം നൽകുന്നുണ്ട്. ഇതിനായി ഏകദേശം 40 കോടി രൂപയ്ക്ക് മുകളിൽ വിവിധ ഘട്ടങ്ങളിലായി അനുവദിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഈ കേരളത്തിൽ എല്ലായിടത്തും കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മുടെ ശ്രദ്ധയിലെല്ലാം ഉള്ളത്. ഇത് മറ്റൊരു സംസ്ഥാനത്തും മാതൃകയായി ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ഒരു ചുവടുവയ്പ്പാണ്. ഇതിലേക്ക് കേരളത്തെ നയിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു മുന്നണിയാണ് എന്നതുകൊണ്ടാണ് ഇത്തരം കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഫണ്ടിംഗ് പ്രവർത്തനം കിഫ്ബിയിലൂടെ നടപ്പാക്കാൻ വേണ്ടി സന്നദ്ധരായിട്ടുള്ളത്. അതുപോലെ തന്നെ കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ നടപ്പാക്കപ്പെടാൻ പോകുന്നത് ഈ പാലക്കാടാണ്. ആലത്തൂർ മണ്ഡലത്തിൻ്റെ ഏറ്റവും സമീപത്തായി കിടക്കുന്ന കണ്ണമ്പ്രയിലെ വ്യവസായ പാർക്കിന് ആയിരക്കണക്കിന് കോടി രൂപയാണ് കിഫ്ബിയിലൂടെ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്രൗഢിയോടുകൂടി കിഫ്ബി മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്, അതിന് ശ്രമിക്കേണ്ടതുണ്ട്, അതിൻ്റെ പിന്തുണ ഈ സമൂഹം ഉറപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കിഫ്ബിയുടെ നിലനിൽപ്പും അതിൻ്റെ മുന്നോട്ടുപോക്കും ഈ കേരളത്തിൻ്റെ നിലനിൽപ്പും മുന്നോട്ടുപോക്കിനും അനിവാര്യമാണ് എന്നുകൂടി അഭിപ്രായപ്പെട്ടുകൊണ്ട്
എല്ലാ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ അറിയിക്കുന്നു. ആലത്തൂരിന് അഭിമാനമാകുന്ന പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും ജനക്ഷേമ പദ്ധതികളിലും വിപ്ലവകരമായ മുന്നേറ്റമാണ് മണ്ഡലത്തിൽ ദൃശ്യമാകുന്നത്.